വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. കറണ്ട് അഫയേഴ്സ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങളൊക്കെ പൗരന്മാരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുണ്ട്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ ആയിട്ടുള്ള സേവനങ്ങൾ, ഓൺലൈൻ സർവീസസ് ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണ്ടാവുമല്ലോ. ആ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് ഓരോരുത്തരിലേക്കും എത്തിക്കണം. അതിന് കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. അപ്പം അതിന് കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എം സേവനം. എന്താണ്? എം സേവനം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കാൻ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എം സേവനം. എന്താണ്? എം സേവനം. ഇനി അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഇന്ത്യയിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ, ഇതിനു മുമ്പും നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഐരാവത് എന്നാണ്. ഇന്ത്യയിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. ഇന്ത്യയിൽ വേഗത കൂടിയത് ഐരാവത്. ഇന്ത്യയിലെ ആദ്യത്തേതാണെങ്കിലോ, ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിലോ പരം 8000. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്. ഇന്ത്യയിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത് ആണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിലോ ഫ്രോണ്ടിയർ ആണ്. ലോകത്തിലെയാണ് ചോദിക്കണേ വെച്ചാൽ, ലോകത്തിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഫ്രോണ്ടിയർ ആണ് പറയാ. ഫ്രോണ്ടിയർ ആരുടെയാണ്? അമേരിക്കയുടെയാണ്. ലോകത്തിലെ, വേൾഡിലെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ ഫ്രോണ്ടിയർ പറയും. ഫ്രോണ്ടിയർ അമേരിക്കയുടെയാണ്. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ചോദിക്കണേ വെച്ചാൽ CDC 6600 പറയും. അപ്പൊ എന്താ നമ്മൾ പഠിച്ചേ? ഇന്ത്യയുടെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ ഇന്ത്യയുടെ വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത് എന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്. ഇന്ത്യയിലെ ആദ്യത്തത് പരം. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തതോ CDC 6600 ആണ്. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറോ ഫ്രോണ്ടിയർ ആണ്. ഏതാണ്? ഫ്രോണ്ടിയർ. ഫ്രോണ്ടിയർ ആരുടെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഫ്രോണ്ടിയർ അമേരിക്കയുടെയാണ്. അപ്പോ കമ്പ്യൂട്ടറുകളെ കുറിച്ചിട്ടുള്ള കഴിഞ്ഞു. അടുത്ത ചോദ്യം: ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യം ആണവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ആ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി? ഏത് രാജ്യമാണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ. അപ്പൊ ചോദിച്ചത് ഏത് രാജ്യമാണ്? പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇട്ടത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏതാണ്? ഉത്തര കൊറിയയാണ്. ഇനി അടുത്ത ചോദ്യം: പാല് അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ, പാല് അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 1-ാം സ്ഥാനം. പാല്, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രൊഡക്ഷനിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 1-ാം സ്ഥാനം. ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ളതും അതുപോലെ പാലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ എവിടെയാന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയില് പാലുൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെ, ധവള വിപ്ലവം എന്നൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം മധ്യപ്രദേശാണ്. പയറുവർഗ്ഗങ്ങളാ ചോദിക്കണേ വെച്ചാൽ മധ്യപ്രദേശ്, പാലാണ് ചോദിക്കണേ വെച്ചാൽ ഉത്തർപ്രദേശ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളും പാലുൽപാദനത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. ഇനി പാലിന്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദനത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്?
ഒന്നാം സ്ഥാനമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, സമൂഹത്തില് സൊസൈറ്റിയില് വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് അവരുടെ താമസ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഓൺലൈൻ കൗൺസിലിംഗ്. എന്ത് ചെയ്യാമെന്നാ പറയണേ? ഓൺലൈൻ കൗൺസിലിംഗ്, നിയമസഹായം നൽകുക, ഓൺലൈൻ കൗൺസിലിംഗ്, അതുപോലെ തന്നെ നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. എന്താണ് ആ പദ്ധതിയുടെ പേര്? കാതോർത്ത്. എന്താണ് ആ പദ്ധതി? കാതോർത്ത് എന്നാണ് ആ പദ്ധതിയുടെ പേര്. കാതോർത്ത്. ക്ലിയർ ആയോ? ബാക്കിയുള്ള ഓപ്ഷനിലുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ്, നിയമസഹായങ്ങള് ഇവയൊക്കെ നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. അടുത്തതും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രമേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ, അതായത് അത് ഇത്തിരി പ്രമേഹം എന്ന് പറയുന്ന സംഭവം ഇത്തിരി അങ്ങോട്ട് കൂടുമ്പോ ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെ, അത് നിർണയിക്കുന്നതിനും അതുപോലെ ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? നയനാമൃതം. അപ്പൊ നമുക്കറിയാം, അതായത് പ്രമേഹം വളരെയധികം കൂടിയ കണ്ണിന് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാം അല്ലെ. അപ്പൊ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കാനും ചികിത്സിക്കാനും ഒക്കെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത് പദ്ധതി എന്നാണ്? നയനാമൃതം പദ്ധതി എന്നാണ്. ഇനി അടുത്തത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഇന്ത്യത്തെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ക്യാൻസർ ചികിത്സയ്ക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് എവിടെയാണ്? IIT ബോംബെ. എവിടെയാണ്? IIT ബോംബെ. അപ്പൊ പഠിച്ചേ നിങ്ങള്, ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി, ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പിയുടെ പേരെന്താണ്? ശ്രദ്ധിച്ചോളൂ, കാർ ടി സെൽ തെറാപ്പി. എന്താണ് അതിന്റെ പേര്? കാർ ടി സെൽ തെറാപ്പി എന്നാണ് അതിന്റെ പേര്. ഇത് ആരംഭിച്ചത് എവിടെയാണ്? IIT ബോംബെയിലാണ്. അപ്പൊ ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT ബോംബെയിലാണ്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ഏതാണ്? കാർ ടി സെൽ തെറാപ്പിയാണ്. ഇനി അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ്? ലിഥിയം. രാജസ്ഥാനിലെ നാഗ്പൂരിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ്? ലിഥിയമാണ്. ഇനി ഇന്ത്യയില് ലിഥിയം ശേഖരം ആദ്യമായിട്ട് കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം ശേഖരം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം ഖനി വരുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ലിഥിയം ഖനി അതെവിടെയാണ്? കത്ഗോറയിലാണ്. എവിടെയാണ്? കത്ഗോറ, ഛത്തീസ്ഗഡിലെ കത്ഗോറയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? രാജസ്ഥാനിലാണ് നാഗ്പൂർ. രാജസ്ഥാനിലെ നാഗ്പൂർ ജില്ലയില് ഈ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകത്തിന്റെ പേര് ലിഥിയം എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ശേഖരം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 1999 അത് കണ്ടെത്തിയത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഥിയം ഖനി നിലവിൽ വരുന്നുണ്ട്. അത് എവിടെയാണ്? കത്ഗോറയിലാണ്. എവിടെയാണ്? കത്ഗോറ. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരെന്നുള്ളതാണ്. ഇത് കുറെ പേർക്കൊക്കെ അറിയുണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പേപ്പറിലും അതുപോലെ തന്നെ TV-യിലും ഒക്കെ കണ്ടെത്തിയാണ്. അവരുടെ പേര് പാർവതി ബറുവ എന്നാണ്. എന്താണ് അവരുടെ പേര്? പാർവതി ബറുവ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ആനപ്പാപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആനപ്പാപ്പാൻ ആരാ? പാർവതി ബറുവ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാന്റെ പേര് പാർവതി ബറുവ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവയാണ്. അവരെ വിളിക്കുന്നത് ഹസ്തി കന്യ എന്നാണ്. അവരെ വിളിക്കുന്നത്, അവരുടെ അപരനാമമാണ് ഹസ്തി കന്യ. അപ്പൊ ഹസ്തി കന്യ എന്നറിയപ്പെടുന്നത് പാർവതി ബറുവയാണ്. ഹസ്തി കന്യ ട്ടോ. പാർവതി ബറുവയുടെ ജീവിതം ആസ്പദമാക്കി BBC ഒരു
ഡോക്യുമെന്ററി ഒക്കെ നിർമ്മിക്കുകയുണ്ടായി BBC. എന്താണ്? ക്യൂൻ ഓഫ് ദ എലിഫൻസ് എന്നാണ്. എന്താണ്? ക്യൂൻ ഓഫ് എലിഫൻസ്, ക്യൂൻ ഓഫ് ദ എലിഫൻസ്, ക്യൂൻ ഓഫ് ദ എലിഫൻസ് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് ദ എലിഫൻസ് എന്നുള്ളത് BBC ഇവരുടെ ഒരു ഡോക്യുമെന്ററി ചെയ്തതാണ്. 2024 ഇവർക്ക് എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. 2024 പാർവതി ബറുവയ്ക്ക് എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചേ നിങ്ങള്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവയാണ്. ഹസ്തികന്യ എന്നവർക്ക് അപരനാമുണ്ട്. BBC ഇവരുടെ ഒരു എന്താ പറയാ ജീവിതാസ്പദമാക്കി ഇവരുടെ ഒരു ഡോക്യുമെന്ററി ഒക്കെ നിർമ്മിച്ചു. അതിന്റെ പേര് ക്യൂൻ ഓഫ് ദ എലിഫൻസ് എന്നാണ്. 2024 പാർവതി ബറുവയ്ക്ക് നമ്മൾ പത്മശ്രീ നൽകി ആദരിക്കുകയും കൂടെ ഉണ്ടായി ഓർത്തു വയ്ക്കാം. 2024 ലോക്സഭാ ഇലക്ഷൻ നടന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വിജയിച്ചതിനെ തുടർന്ന് ഒരു മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ആർക്കാണ്? ആരാണ് മന്ത്രി സ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? കെ രാധാകൃഷ്ണനാണ്. ആരാണ്? കെ രാധാകൃഷ്ണനാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത്. ഇപ്പൊ കെ രാധാകൃഷ്ണനാണ്. കെ രാധാകൃഷ്ണൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിൽ നിന്നാണ് മത്സരിച്ചത്. അപ്പൊ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ നിന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അല്ലെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ ചലച്ചിത്ര താരം ആര് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. അദ്ദേഹം ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുറെ അധികം നമ്മൾ അപ്പൊ മീഡിയാസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ 2024 നടന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പില് വിജയിച്ച അംഗം രാജിവെച്ചു. ഒരു അംഗം രാജിവെച്ചതിനെ തുടർന്ന് വീണ്ടും ഉപതിരഞ്ഞെടുപ്പ് നടന്ന ലോക്സഭാ മണ്ഡലം എവിടെയാണെന്ന് ചോദിച്ച വയനാടാണ്. വയനാട് ആരായിരുന്നു? രാഹുൽ ഗാന്ധി ആയിരുന്നു വയനാട് മത്സരിച്ചിരുന്നത്. വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം വിജയിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് മത്സരിച്ചത്? പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് അവിടെ അവർ വിജയിക്കുകയും ചെയ്തു. ക്ലിയർ ആയില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി രാധാകൃഷ്ണനാണ്, കെ രാധാകൃഷ്ണൻ. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ ചലച്ചിത്ര താരം സുരേഷ് ഗോപിയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗം രാജിവെച്ചതിനെ തുടർന്ന് 2024 നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാടാണ്. രാഹുൽ ഗാന്ധി ആയിരുന്നു ജയിച്ചിട്ട് രാജിവെച്ചതിനെ തുടർന്ന് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രിയങ്ക ഗാന്ധി അവിടെ ജയിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ കുറെ പഠിച്ചതാണ്. രാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞപ്പോഴും പദ്ധതിയുടെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ പഠിച്ച ചീറ്റ പദ്ധതി. ഈ ചീറ്റ പദ്ധതിയുടെ രാഷ്ട്രപതിയുടെ വിസിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ചു. ചീറ്റ പദ്ധതിയുടെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ നിന്ന് എന്ത് കൊണ്ടുവരാണ്? നമ്മൾ ചീറ്റകളെ കൊണ്ടുവരാണ്. ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്ന ചിറ്റകളെ നമ്മൾ എവിടെയാണ്, ഏത് ദേശീയ ഉദ്യാനത്തിലാണ് പാർപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. കുനോ ദേശീയ ഉദ്യാനം. ഏത് ദേശീയ ഉദ്യാനാണ്? കുനോ. അപ്പൊ എന്താണ്? ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ നമ്മൾ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് പാർപ്പിക്കുന്നത്? കുനോ ദേശീയ ഉദ്യാനത്തിലാണ്. ഏത് ദേശീയ ഉദ്യാനത്തിലാണ്? കുനോ ദേശീയ ഉദ്യാനത്തിലാണ് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ ആദിത്യ L1. അതും മുമ്പ് പഠിച്ചതാണ്, ചോദ്യം വേറെയാണെന്ന് മാത്രം. ആദിത്യ L1 ഇത് ഓപ്ഷനിൽ നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത് എന്നാണ് ചോദിച്ചത്. PSLV C-51. അപ്പൊ PSLV C-51 ആണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV 57. ചന്ദ്രയാൻ അടുത്തത് ചന്ദ്രയാൻ 3 ദൗത്യം. ചന്ദ്രയാനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലില്. കാണാത്ത കുട്ടികൾ കണ്ടോളോ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര്.
ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര്? ലൂണാർ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. എന്താണ് അതിന്റെ പേര്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. അടുത്തത്, പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം ഏതാണ്? പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം ഏതാണ്? കാർബൺ നാനോ ബഡ്. കാർബൺ നാനോ ബഡുകൾ. അപ്പൊ പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ എന്താ പറയുന്നത്? രൂപാന്തരം കാർബൺ നാനോ ബഡ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര് പ്രഗ്യാന്. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV-C 57. ആദിത്യ L1 ഏത് വാഹനത്തിലാണ്? PSLV-C 57 ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്താ? പ്രഗ്യാനാണ്. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം ഏതാണ്? കാർബൺ നാനോ ബഡുകളാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ.